മനസ്സിനെ തൊട്ടറിയുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അല്ലേ? ചില അനുഭവങ്ങൾ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കും. ഇന്നു നാം കേൾക്കാൻ പോകുന്ന മകൾ എന്ന കഥ തികച്ചും സാങ്കല്പികമാണ്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും. കഥ കേൾക്കാം. മകൾ. ഇതും കടന്നു പോകും, നീ വിഷമിക്കേണ്ട. ഈ ലോകത്ത് ഒന്നും ഒന്നും തന്നെ ശാശ്വതമായിട്ടില്ല. അവൾ തിരിഞ്ഞു നടന്നു. ഇരുട്ടിനെ പോലും ഭയപ്പെടുത്തുമാറ് മഴ ഇടിവെട്ടി പെയ്തുകൊണ്ടേയിരുന്നു. മകളാണ്. പെറ്റിട്ട കുഞ്ഞിനെ നോക്കി ലോകം പറഞ്ഞപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞു, അതെ, ഞാനും ഒരു മകളാണ്. നിറയെ ബന്ധുക്കൾ, എല്ലാവരുമുണ്ട് കട്ടിലിന് ചുറ്റും. പക്ഷേ അനിലേട്ടനും അമ്മയും എവിടെ? അനിൽ ജോലി കഴിഞ്ഞ് വൈകിട്ടേ വരൂ. പിന്നെ പെണ്ണല്ലേ, സാവധാനം വന്നാൽ മതി എന്ന് ഞാനും പറഞ്ഞു. അനിലിന്റെ അമ്മ അപ്പുറത്തെ കട്ടിലിരിക്കുന്നത് അപ്പോഴാണ് യമുന കാണുന്നത്. യമുനെ, നീ കുറച്ചു നേരം ഉറങ്ങിക്കോ, അമ്മ ഉണ്ണിനെ നോക്കിക്കോളും. യമുന അച്ഛനെ നോക്കി. അച്ഛൻ അവളുടെ കാൽക്കൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാലും അനിലേട്ടൻ വന്നില്ലല്ലോ അച്ഛാ. യമുന സിസേറിയൻ കഴിഞ്ഞ ക്ഷീണത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി പോയതറിഞ്ഞില്ല. അനിലേ, നിന്നെ എത്ര നേരമായിടോ നിന്റെ പെങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? ഏട്ടനല്ലേ അത്? അതെ, ഏട്ടൻ തന്നെ. അനിലേട്ടൻ വന്നു ഏട്ടൻ്റെ കൂടെ. അനിൽ ഒരിക്കലും യമുനയെ വിഷമിപ്പിക്കില്ല എന്ന് അവൾക്കറിയാം. പക്ഷേ സന്തോഷവും വിഷമവും പ്രകടിപ്പിക്കാതെ ഉള്ള നിൽപ്പ് മാത്രം അവൾക്ക് മനസ്സിലായില്ല. എന്നാലും ഏട്ടത്തിയും ഏട്ടനും അച്ഛനും അമ്മയ്ക്കും എൻ്റെ മകളെ ഒരുപാട് ഇഷ്ടമാണ്. അവർ അവളെ താഴെ വയ്ക്കാതെ എടുത്തുകൊണ്ട് നടന്നു. മാസങ്ങൾ പോയതറിഞ്ഞില്ല. വയ്യ അച്ഛാ, ഇനി അവിടെ പോയാൽ എന്തൊക്കെയാണാവോ. ഇതും കടന്നു പോകും, നീ വിഷമിക്കേണ്ട. ഈ ലോകത്ത് ഒന്നും ഒന്നും തന്നെ ശാശ്വതമായിട്ടില്ല. അപ്പോഴും അച്ഛൻ പറഞ്ഞു. ഇതും കടന്നു പോകും യമുനെ, നീ ഒരു ടീച്ചറല്ലേ, നിനക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എത്ര കുട്ടികളെ നേരെയാക്കിയതാ എൻ്റെ മോള്. ഇല്ല അച്ഛാ, അവരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അന്ന് ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. പിറ്റേന്ന് അനിൽ വരും, യമുന പോകും. വീട് നിശ്ചലം. ആകാശത്ത് നീലമേഘങ്ങൾ ലക്ഷ്യം തെറ്റി പായുന്ന പോലെ അവൾക്ക് തോന്നി. ഇടവപ്പാതി മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. അനിലിന്റെ വീട്ടിൽ ഒരു മുറിയും ഒരു ഹാളും മാത്രമാണുള്ളത്. കുഞ്ഞ് നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നു. യമുന ഹാളിൽ കുഞ്ഞിനെയും കൊണ്ട് നടന്നു. ആകെയുള്ള ആ കട്ടിലിൽ അനിലിന്റെ അമ്മയും അനിയത്തിയും കിടക്കുന്നുണ്ട്. അതിനു താഴെ പായ വിരിച്ചാണ് അനിൽ കിടക്കുന്നത്. കുഞ്ഞിനെയും കൊണ്ട് ആ മുറിയിൽ കിടന്നാൽ മതിയെന്ന് അവളോട് പറഞ്ഞു. മോള് കരയല്ലേ, യമുന പതുക്കെ പറഞ്ഞു. യമുന, കുഞ്ഞിനെ ഉറക്ക്, ഞങ്ങൾക്ക് ഉറങ്ങണം, അനിലിന്റെ അമ്മ ഉറക്കെ പറഞ്ഞു. എടി, ആ കുഞ്ഞിന് വിശന്നിട്ടാ, നിനക്ക് ജോലിക്ക് പോകണ്ടല്ലോ, എനിക്ക് പോണം, എങ്ങനെയെങ്കിലും ഉറക്ക്, അനിലിന്റെ പെങ്ങളാണ്. അനിൽ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കം. യമുനയ്ക്ക് കരച്ചിലടക്കാനായില്ല. അച്ഛന് നല്ല സർക്കാർ ജോലിക്കാരനെ വിവാഹം ചെയ്താൽ മകളുടെ ഭാവി ഭദ്രമാകും എന്നായിരുന്നു. അങ്ങനെ വീടോ സൗകര്യങ്ങളോ നോക്കാതെയാണ് ജോലി മാത്രം നോക്കി അനിലിനെ കല്യാണം കഴിച്ചു കൊടുത്തത്. ജോലി രാജിവെപ്പിച്ചതും എല്ലാം യമുന ഓർത്ത് കരഞ്ഞു. വീട് കടപ്പുറത്തായതുകൊണ്ട് കടലിരമ്പുന്ന ശബ്ദം എപ്പോഴും കേൾക്കാം. പുലർച്ചെ 3 മണിക്കാണ് കുഞ്ഞു ഉറങ്ങിയത്. ആ സമയം താഴെ പായയിൽ കിടത്തി യമുന കഷ്ടി 2 മണിക്കൂർ ഉറങ്ങി. 5 മണിക്ക് എണീറ്റ് അനിലിനും പെങ്ങൾക്കും കൊണ്ടുപോകാൻ ഭക്ഷണം ഉണ്ടാക്കി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും. യമുന മിടുക്കിയായല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ, അയാൾ അവളോട് പറഞ്ഞു. തിരിച്ചു വന്നിട്ട് അനിൽ ആകെ യമുനോട് സംസാരിച്ചത് അതാണ്. യമുനെ, ബക്കറ്റിൽ എൻ്റെ കുറച്ച് തുണിയുണ്ട്, വാഷിംഗ് മെഷീനിൽ ഇടണ്ട, നീ കഴുകിയാൽ മതി. അനിലിൻ്റെ പെങ്ങളാണ്. സർക്കാർ ജോലിക്കാർ. ആകെ ബാത്റൂം മാത്രമാണ് അവൾക്ക് സ്വകാര്യത കിട്ടുന്ന ഒരിടം. അവളുടെ മുറിയും മുറി നിറയെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും ഒന്നുമില്ല ഇപ്പോൾ. അവൾ ആവോളം കരഞ്ഞു. അതും കുഞ്ഞു ഉറങ്ങുമ്പോൾ മാത്രം. അച്ഛൻ പറഞ്ഞത് ഓർത്തു. ഇതും കടന്നു പോകും. ഏയ്, എന്താ ഇത്ര നേരം? ഇറങ്ങി വാ, ഇറങ്ങി വാ ഇവിടെ. അനിലിൻ്റെ അമ്മയാണ്. എൻ്റെ ഈ സാരി കഞ്ഞി മുക്കണം. എനിക്ക് വലിയ വശമില്ല അമ്മ, നീ ഇങ്ങോട്ട് വാ, പറഞ്ഞു തരാം. നിനക്കറിയാലോ, അനിലിന് ഒരു എഞ്ചിനീയർ പെൺകുട്ടി പറഞ്ഞു വെച്ചതാ നിനക്ക് മുമ്പ്. നല്ല നിറവും മുടിയും ഉയരവും. ഓഹ്, എന്തൊരു യോഗാണ്. ഇവന് നിന്നെ പിടിച്ചോളൂ. ആ കുട്ടിക്ക് ആൺകുട്ടിയാന്നാ കേൾക്കണേ.
യമുന ഒരുവിധം പണിയെല്ലാം അവസാനിപ്പിച്ചു. മഴ കുറഞ്ഞിരിക്കുന്നു, നല്ല വെയിൽ. അമ്മ പതിവ് സീരിയൽ കാഴ്ചയിൽ മുഴുകി. അനിൽ വന്നിട്ടുമില്ല. യമുന ഉറങ്ങുന്ന കുഞ്ഞിനെയും എടുത്തു നടന്നു. അവളുടെ ചെവിയിൽ അച്ഛൻ്റെ വാക്കുകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഇതും കടന്നുപോകും. വഴി രണ്ടായി പിരിയുന്നിടത്ത് അവൾ നിന്നു. കടലിലേക്കുള്ള വഴി, ജീവിതത്തിലേക്കുള്ള വഴി. കടലിലേക്കുള്ള വഴി, ജീവിതത്തിലേക്കുള്ള വഴി. ഒരു നിമിഷം പതറി കുഞ്ഞ് ഉണർന്നു കരഞ്ഞു. ഇല്ല, ഇല്ല, നിന്നെ ഞാൻ വളർത്തും, ആർക്കു മുമ്പിലും തല കുലിക്കാതെ. ഇല്ല, നിന്നെ ഞാൻ വളർത്തും, ആർക്കു മുൻപിലും തല കുനിക്കാതെ. നീ അമ്മയുടെ മകളാണ്, നീ അമ്മയുടെ മകളാണ്. ജ്വാല യമുന. കാർമേഘങ്ങൾക്ക് വഴിപ്പെടാതെ തെളിഞ്ഞ ആകാശം വെളിപ്പെട്ടു. കാർമേഘങ്ങൾക്ക് വഴിപ്പെടാതെ തെളിഞ്ഞ ആകാശം വെളിപ്പെട്ടു. കഥ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.